സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് ലൂബ്രിക്കേഷൻ സിസ്റ്റം? ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലെ തെറ്റായത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓയിൽ കൂളർ ഹീറ്റ്സ് ഓയിൽ വെൻ കൂളൻ ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ ഓയിൽ ടെമ്പറേച്ചർ. ഓയിൽ ടെമ്പറേച്ചറിനേക്കാളും കൂളൻ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓയിൽ കൂളർ എന്ത് ചെയ്യും? ഓയിലിനെ ഹീറ്റ് ചെയ്യും അല്ലെ? അവിടെ അത് സംഭവിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തന്നെ പറയാം. ആൾ ദ ഓയിൽ റീച്ചിങ് മെയിൻ ഗാലറി ഈസ് ഫിൽറ്റേർഡ് ബൈ ബൈപാസ് ഓയിൽ ഫിൽട്ടർ സിസ്റ്റം. അതായത് ഓയിലിന്റെ മെയിൽ ഗാലറിയിലേക്ക് എത്തുന്ന എല്ലാ ഓയിലുകളും ബൈപാസ് ഓയിൽ ഫിൽറ്റർ സിസ്റ്റത്തിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസസ് എ സെപ്പറേറ്റ് ടാങ്ക് ഫോർ സ്റ്റോർ ഓയിൽ അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ പറയാറുണ്ട്. വെറ്റ് ഓയിൽ ലൂബ്രിക്കേഷൻ, അതേപോലെ തന്നെ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ, പ്രഷർ ലൂബ്രിക്കേഷൻ, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ. സോ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷനിൽ ഒരു സെപ്പറേറ്റ് ഓയിൽ ടാങ്ക് അല്ലെ, സെപ്പറേറ്റ് ടാങ്ക് ഉപയോഗിക്കുന്നുണ്ട് ഓയിലിനെ സ്റ്റോർ ചെയ്യാനാണ് അല്ലെ? കറക്റ്റ് ആണ്. ഒരു സെപ്പറേറ്റ് ടാങ്ക് ഉണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പമ്പും കൂടിയൊക്കെ ഉണ്ടാവും. ആ പമ്പിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കാവെഞ്ചിങ് പമ്പ് അല്ലെ? അതിൽ സ്കാവെഞ്ചിങ് പമ്പ് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഒരു പമ്പ് ഉണ്ടായിരിക്കും ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൂബ്രിക്കന്റ് ആൾസോ ഹെൽപ്പ് ടു പ്രിവെന്റ് ബ്ലോ ബൈ ഗ്യാസസ് എൻട്രി. ക്രാങ്ക് കേസിലോട്ട് ബ്ലോ ബൈ ഗ്യാസ് എൻട്രി ചെയ്യുന്നതിന് ലൂബ്രിക്കന്റും ഒരു നിശ്ചിത പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? പ്രിവെന്റ് തടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ബ്ലോ ബൈ ഗ്യാസ് എന്ന് പറയുന്നത്? എഞ്ചിന്റെ കമ്പഷൻ ചേംബറിനകത്ത് നിന്ന് സിലിണ്ടറിന്റെ വാളിലൂടെ അല്ലെങ്കിൽ പിസ്റ്റന്റെ റിങ്സിലൂടെ താഴോട്ട് അല്ലെ ക്രാങ്ക് കേസിലോട്ട് എൻട്രി ചെയ്യുന്ന ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലോ ബൈ ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ഈ ഓയിലിന്റെ ലൂബ്രിക്കന്റ് ഇടയിൽ ഒരു പാളി പോലെ അല്ലെ, ഒരു ഫിലിം പോലെ നിൽക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ കറക്റ്റ് ആണ് എന്ന് പറയാം. രണ്ടാമത്തിൽ അപ്പൊ ഞാൻ ബൈപാസ് സിസ്റ്റത്തെ എങ്ങനെയാണെന്നുള്ളത് ഒരു ലേ ഔട്ട് ആയിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് സിസ്റ്റം നമുക്ക് കാണിക്കാം. ഒന്ന് ബൈപാസ് സിസ്റ്റം, രണ്ടാമത് ഫുൾ ഫ്ലോ സിസ്റ്റം. ഇവിടെ നമുക്ക് ഓയിലിന്റെ സമ്പ് കാണാൻ പറ്റും. ഈ ഓയിൽ സമ്പിൽ നിന്ന് ഓയിൽ പമ്പ് ഉപയോഗിച്ച്, ഇവിടെ ഗിയർ പമ്പാണ് കാണിച്ചത്, ഓയിൽ പമ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു കുറച്ച് ഭാഗം ഫിൽറ്ററിലൂടെ കടത്തി വിടുന്നു, കുറച്ച് ഭാഗം ഡയറക്റ്റ് എഞ്ചിന്റെ ബിയറിംഗ്സിലോട്ട് നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടിടത്തേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് കുറച്ച് ഭാഗം എഞ്ചിനിലോട്ട് പോകുന്നു, കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു? ഫിൽറ്ററിലോട്ട് പോകുന്നു. ഫിൽറ്റർ ചെയ്ത ഓയിൽ വീണ്ടും ഇതിൽ നിന്നിട്ട് സമ്പിലോട്ട് എത്തുന്നു. സോ എ പാർട്ട് ഓഫ് ഓയിൽ മാത്രമാണ് ഇവിടെ ഫിൽട്ടർ ചെയ്യുന്നത്. ഇതാണ് ബൈപാസ് ഫ്യൂൽ ഫിൽട്ടറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഫിൽട്ടർ ചെയ്യാത്ത ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എഞ്ചിന്റെ പാർട്സിലോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫുൾ ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി, അതായത് പമ്പ് ചെയ്യുന്ന കംപ്ലീറ്റ് ഓയിലും ഈ ഫിൽട്ടറിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കടന്നു പോകുന്നുള്ളൂ. ഫിൽറ്ററിലൂടെ കടന്നു പോയിട്ട് മാത്രമാണ് എഞ്ചിന്റെ അകത്തോട്ട് എത്തുന്നത്. ഇവിടെ ഫുൾ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും.